പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മോഡൽ 6ഉം മോഡൽ 7ഉമാണ്. രണ്ട് മോഡൽ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പെർസെൻറ്റേജ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള രണ്ട് മോഡലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മോഡലായ മോഡൽ 6 നോക്കാം. ഒരു സംഖ്യയുടെ 80% 40 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? എന്താണ് ക്വസ്റ്റ്യൻ? ഒരു സംഖ്യയുടെ 80% 40 കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? ഓക്കെ, ഇതിൻ്റെ എളുപ്പവഴി പറയുന്നതിന് മുമ്പായിട്ട് ഇത് സാധാരണഗതിയിൽ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക? കാരണം നമ്മൾ പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പം ഇതിൻ്റെ ഇക്വേഷൻസ് മറന്നു പോയി കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നും കൂടെ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം സാധാരണ രീതിയിലൊന്ന് നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ എന്താണോ പറഞ്ഞേക്കുന്നത് അതേപോലെ തന്നെ എഴുതി പോയാൽ മതി. ഓക്കെ, ഒരു സംഖ്യയുടെ 80% സംഖ്യ അറിയില്ല, നമുക്ക് സംഖ്യയെ എക്സ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്ന് എഴുതി നോക്കിയേ, എക്സിൻ്റെ 80% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു 80/100. ഇതാണല്ലോ എക്സിൻ്റെ 80% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എക്സിൻ്റെ 80% 40 കൂട്ടിയാൽ പ്ലസ് 40 കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടും. അതേ സംഖ്യ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ സംഖ്യ ഏതായിട്ട് എടുത്തേക്കുന്നത്? എക്സ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. അതേ സംഖ്യ കിട്ടുമെങ്കിൽ എക്സ് കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണോ? ഇത്ര എഴുതിയേക്കുന്നത് മനസ്സിലായല്ലോ. ഇത് വെച്ച് നമ്മൾ കണക്കൊന്ന് ചെയ്ത് നോക്കിയേ. ഇവിടെ നമുക്ക് എക്സിനെ 80 ഗുണിക്കാം. 80x/100 + 40 = എക്സ്. ഓക്കെ ആണോ? ഇവിടെ രണ്ട് ഭിന്നസംഖ്യകളാണല്ലേ. ഈ ഈക്വൽ ഇപ്പുറത്തെ സൈഡ് രണ്ട് ഭിന്നസംഖ്യകളായതുകൊണ്ട് നമ്മളതിനെ എന്ത് ചെയ്യുന്നു? തമ്മിൽ കൂട്ടുന്ന രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടാൻ നമുക്കറിയാം. ആദ്യം 80x × 1 ചെയ്യണം. അപ്പോൾ നമുക്ക് 80x എന്ന് തന്നെ കിട്ടും. പ്ലസ് അടുത്ത 100 × 40 4000 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ഗുണിച്ച് എഴുതണം അല്ലേ. 100 × 1 100 എന്ന് എഴുതി. ഓക്കെ ആണോ? = എക്സ്. ഇനി എന്ത് ചെയ്യണം? ഇതേ നോക്കി, ഏതൊരു നമ്പേഴ്സിൻ്റെ താഴെയും 1 ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ 40യുടെ താഴെ 1 കൊടുത്ത് അത് രണ്ട് ഫ്രാക്ഷൻ ആണെന്ന് പറഞ്ഞത് അല്ലേ. അതേപോലെ ഇവിടെയും എക്സിൻ്റെ താഴെ 1 ഉണ്ട്. ഇനി നോക്കിയേ, രണ്ട് ഫ്രാക്ഷൻസ് നമുക്ക് ഈക്വൽ ടു ഇട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലേ. ഇതൊക്കെ ഈ ഒരു ക്രിയയൊക്കെ നമ്മൾ ഫ്രാക്ഷൻ എന്ന ടോപ്പിക്കിനകത്ത് പഠിച്ചതാണ്. അപ്പോൾ രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ഇട്ട് തന്നു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. 80x + 4000 × 1 = ആ നമ്പർ തന്നെ കിട്ടും അല്ലേ. ഏതൊരു നമ്പറിൻ്റെ കൂടെ 1 ഗുണിച്ചാലും ആ നമ്പർ തന്നെ കിട്ടും. അതുകൊണ്ട് നമുക്ക് ഈ 80x + 4000 എന്ന് എഴുതാം. = 100 × x 100x. ഓക്കെ, ഇനി എക്സ് ഉള്ള ടേം എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. ഇവിടെ കിടക്കുന്ന 80xനെ ഞാൻ = അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം 4000 = 100x - 18x. 100x - 80x എന്ന് എഴുതാം അല്ലേ. കാരണം ഇവിടുത്തെ 80x എന്ന് പറയുന്ന പ്ലസ് ആണ്. ഈ 80xനെയാണ് നമ്മൾ = അപ്പുറത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടുത്തെ പ്ലസ് എന്താവും? = അപ്പുറത്താവുമ്പം മൈനസ് ആവും. ഏതൊരു ക്രിയയെ നമ്മൾ = ഒരു സൈഡിൽ നിന്നും മറു സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് മാറും? അവിടുത്തെ ക്രിയ മാറും അല്ലേ. ഇവിടെ പ്ലസ് 80x അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? -80x ആവും. ഇവിടെ മൈനസ് ആയിരുന്നെങ്കിൽ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? പ്ലസ് ആവും. ഇവിടെ ഗുണനമാണെങ്കിൽ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും. ഇവിടെ ഹരണമാണെങ്കിൽ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? അത് ഗുണനമാവും. അപ്പോൾ ഇത് പഠിച്ചു വെച്ചേക്കുക. ഇവിടെ നോക്കിയേ, 4000 = 100x നിന്ന് 18x പോകുമ്പോൾ 100x നിന്ന് 80x പോകുമ്പോൾ എത്ര കിട്ടും? 20x. 4000 = 20x എന്ന് കിട്ടും. നമുക്ക് എക്സ് ആണ് കാണേണ്ടത്. എക്സിൻ്റെ കൂടെ 20 എന്ത് ചെയ്തേക്കുവാണ്? ഗുണിച്ചിരിക്കുകയാണ് അല്ലേ. ആ ഗുണനം എന്ത് ചെയ്യും? = ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. 20നെ = ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പം ഗുണനം എന്താവും? ഹരണമാവും. അതുകൊണ്ട് നമുക്ക് എഴുതാം 4000 / 20 എന്ന് എഴുതാം. 4000 / 20. നോക്കിയേ, ഇവിടെ 20യുടെ ഒരു 0യും 4000ത്തിൻ്റെ ഒരു 0യും തമ്മിൽ ക്യാൻസലായി പോയി. 400 / 2 നമുക്ക് കിട്ടും 200 എന്ന് കിട്ടും. ആൻസർ x = 200 എന്ന് കിട്ടി. ആ സംഖ്യ എത്ര എന്ന് കിട്ടി? നമുക്ക് 200 എന്ന് കിട്ടി. നോക്കിയേ, ഓപ്ഷൻ ബി. കണ്ടോ? ഇതാണ് സാധാരണ രീതിയിൽ ഈ ഒരു കണക്കിനെ ചെയ്യുന്ന രീതിയാണ്. സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു എളുപ്പ വഴിയുണ്ട്, നോക്കിക്കോ. എളുപ്പ വഴിയും കൂടെ നോക്കിക്കോ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എളുപ്പ വഴി നോക്കിക്കോ. ഒരു സംഖ്യയുടെ a% b കൂട്ടിയാൽ
ബി കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കുമെങ്കിൽ സംഖ്യ ഈക്വൽ ടു ബി ബൈ 100 മൈനസ് എ ഇൻറ്റു 100. എളുപ്പവഴി പിടിച്ചു വെച്ചോ. എന്താ എളുപ്പവഴി? ഒരു സംഖ്യയുടെ എ ശതമാനത്തോട് ബി കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കുമെങ്കിൽ സംഖ്യ എന്ന് പറയുന്നത് ബി ബൈ 100 മൈനസ് എ ഇൻറ്റു 100 ആണ്. ഓക്കെ ആണോ? ഇത് ഓക്കെ ആണല്ലോ. ഇതിനകത്തിലേക്ക് നമ്മൾ ആ വാല്യൂസ് ഇട്ട് നോക്കുന്നു. ബിയുടെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? 40 ബിയുടെ സ്ഥാനത്ത് കിടക്കുന്നത് അല്ലേ. ഡിവൈഡഡ് ബൈ 100 മൈനസ് എയുടെ സ്ഥാനത്ത് ആരാ? 80 ഇൻറ്റു 100. ഓക്കെ, 40 ഡിവൈഡഡ് ബൈ 100ൽ നിന്നും 80 പോയി കഴിഞ്ഞാൽ നമുക്ക് എഴുതാം 20 ഇൻറ്റു 100. ഇവിടെ നോക്കിയേ, 0 ക്യാൻസലായിപ്പോയി. 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 കിട്ടും അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 100 ഈക്വൽ ടു 200 എന്ന് കിട്ടും. കണ്ടോ? ഇതാണ് എളുപ്പവഴി. എന്താ എളുപ്പവഴി? പഠിച്ചു വെച്ചേക്കോ. ഒരു സംഖ്യയുടെ എ ശതമാനത്തോട് ബി കൂട്ടിയാൽ അതേ സംഖ്യ ലഭിക്കുമെങ്കിൽ സംഖ്യ എന്ന് പറയുന്നത് ബി ബൈ 100 മൈനസ് എ ഇൻറ്റു 100. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം സാധാരണ രീതി ചെയ്യുന്നതും ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതും പഠിച്ചല്ലോ. ഒരു കണക്ക് ചെയ്തു നോക്കാം. നോക്കി, ഒരു സംഖ്യയുടെ 60% 200 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? അത് ശ്രദ്ധിച്ചോണേ. കാരണം അടുത്ത മോഡലിൽ നമ്മൾ വേറൊരു കണക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ മോഡലിനകത്തിലെ അതേ സംഖ്യ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ശ്രദ്ധിച്ചു വെച്ചോണം. അങ്ങനെയാണെങ്കിൽ ഒന്ന് കണക്ക് ചെയ്ത് നോക്കിയേ. നമ്മുടെ സംഖ്യ, നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു ഒന്ന് ഓർത്ത് നോക്കിയേ. ഒരു സംഖ്യയുടെ എ ശതമാനത്തോട് ബി കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കുമെങ്കിൽ സംഖ്യ ഈക്വൽ ടു ബി ബൈ, എഴുതി വെച്ചേക്കുക, ബി ബൈ 100 മൈനസ് എ ഇൻറ്റു 100 മൈനസ് എ ഇൻറ്റു 100. നോക്കിയേ, ബി എന്ന് പറഞ്ഞാൽ ഇവിടെ 200, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ഡിവൈഡ് ബൈ 100 മൈനസ് എ എന്ന് പറഞ്ഞാൽ എത്രയാ? 60 ഇൻറ്റു 100. 200 ഡിവൈഡഡ് ബൈ 100 മൈനസ് 60 40 കിട്ടും അല്ലേ. 100 മൈനസ് 60 40 കിട്ടും ഇൻറ്റു 100. 0 ക്യാൻസൽ ചെയ്തു. 5 4ഉം 20ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു. 5 എന്ന് കിട്ടും. 5 ഇൻറ്റു 100 500. ഓപ്ഷൻ ബി. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്ത ഒരു കണക്കും കൂടെ ചെയ്തു നോക്കാം നമുക്ക്. ഒരു സംഖ്യയുടെ 90% 40 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കുമെങ്കിൽ സംഖ്യ എന്താ? ഇക്വേഷൻ ബി ബൈ 100 മൈനസ് എ ഇൻറ്റു 100 അല്ലേ. ബി എത്രയാണ്? 40. അടുത്ത 100 മൈനസ് എ, ഇവിടെ എ എന്ന് പറയുന്നത് 90 അപ്പം 100ൽ നിന്നും 90 പോയി കഴിഞ്ഞാൽ ബാക്കി 10 ഇൻറ്റു 100. 0 ക്യാൻസലായിപ്പോയി. 4 ഇൻറ്റു 100 400 എന്ന ആൻസർ കിട്ടി. ഓപ്ഷൻ സി. ഓക്കെ ആണല്ലോ. അപ്പം മനസ്സിലായല്ലോ, ഈ ഒരു എളുപ്പവഴി മനസ്സിലായല്ലോ. എന്താണ്? ഒരു സംഖ്യയുടെ എ ശതമാനത്തോട് ബി കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ലഭിക്കുമെങ്കിൽ സംഖ്യ എന്ന് പറയുന്നത് ബി ബൈ 100 മൈനസ് എ ഇൻറ്റു 100. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത മോഡൽ നോക്കിക്കോണം. അടുത്ത മോഡൽ നോക്കിയേ. മോഡൽ 7 എന്താ? ഒരു സംഖ്യയുടെ 75% 250 കൂട്ടിയാൽ ആ സംഖ്യയുടെ ഇരട്ടി ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? കണ്ടോ, മോഡൽ മാറിയത് കണ്ടോ? എന്താ പറഞ്ഞേക്കുന്നത്? കഴിഞ്ഞ മോഡലിൽ എന്തോ നമ്മൾ പറഞ്ഞേ? ഒരു സംഖ്യയുടെ എ ശതമാനത്തോട് ബി കൂട്ടിയാൽ ആ സംഖ്യ തന്നെ ലഭിക്കുമെങ്കിൽ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇവിടെ ആ സംഖ്യയുടെ ഇരട്ടിയാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. കഴിഞ്ഞ ഇക്വേഷൻ എന്തായിരുന്നു? കഴിഞ്ഞ ഇക്വേഷൻ അതേ സംഖ്യ തന്നെ ലഭിക്കുകയാണെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ബി ബൈ 100 മൈനസ് എ ഇൻറ്റു 100 ആണ് അല്ലേ. ഇനി ഇരട്ടിയാണ് ലഭിക്കുന്നതെങ്കിൽ, ഇത് അതേ സംഖ്യയാണ് ലഭിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ എഴുതും അല്ലേ. ഇനി ഇരട്ടിയാണ് ലഭിക്കുന്നതെങ്കിൽ ഇവിടുത്തെ 100 കണ്ടോ, ഈ 100നെ നമ്മൾ ഇരട്ടിക്കുന്നു. ബി ഡിവൈഡഡ് ബൈ 200 മൈനസ് എ ഇൻറ്റു 100. ബാക്കി എല്ലാം സെയിം ആണ്. എന്ത് ചെയ്താൽ മതി? ആ ഡിനോമിനേറ്ററിലുള്ള 100നെ ഒന്ന് ഇരട്ടിപ്പിക്കുന്നു അല്ലേ. ഇവിടെ ഇരട്ടിപ്പിക്കുക എന്നാണ് പറഞ്ഞത്, ഇരട്ടി ലഭിക്കുമെങ്കിൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ താഴെ ഡിനോമിനേറ്ററിലുള്ള 100നെ എന്ത് ചെയ്തു? ഇരട്ടിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ബി ബൈ 200 മൈനസ് എ ഇൻറ്റു 100. അത്രയും മാറ്റമേ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ മാറാനുള്ളൂ. ഇക്വേഷനിൽ ചെറിയൊരു മാറ്റമേ ഉള്ളൂ, അത് 200 ആണ്.
ഇങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു നോക്കാം. ഒരു സംഖ്യയുടെ എ ശതമാനത്തോട് ബി കൂട്ടിയാൽ ആ സംഖ്യയുടെ ഇരട്ടി ലഭിക്കുമെങ്കിൽ സംഖ്യ എന്ന് പറയുന്നത് b/200 മൈനസ് a × 100 ആണ്. ഇനി ഈ വാല്യൂ എന്ത് ചെയ്യാം, ഇക്വേഷനിലേക്ക് ഇട്ട് നോക്കാം. ഇതേ നോക്കിയേ, ബി എന്ന് പറഞ്ഞാൽ ആരാ, 250. 250 ഡിവൈഡ് ബൈ 200 മൈനസ് 75 × 100. ഓക്കെ, 250 ഡിവൈഡ് ബൈ 200 മൈനസ് 75 എത്ര കിട്ടും, 125 കിട്ടും അല്ലേ. 125 × 100. ഓക്കെ, 250നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 എന്ന ആൻസർ കിട്ടും. 2 × 100 200 എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ ഡി. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു സംഖ്യയുടെ 50% 450 കൂട്ടിയാൽ സംഖ്യയുടെ ഇരട്ടി ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? ഓക്കെ ആണോ? എന്താ നമ്മൾ പഠിച്ച ഇക്വേഷൻ? ഒരു സംഖ്യയുടെ എ ശതമാനത്തോട് ബി കൂട്ടിയാൽ സംഖ്യയുടെ ഇരട്ടി ലഭിക്കുമെങ്കിൽ ഇക്വേഷൻ b/200 മൈനസ് a × 100. ഓക്കെ ആണോ? ഇതേ നോക്കിയേ, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 450 ഡിവൈഡ് ബൈ 200 മൈനസ് 50. 200ൽ നിന്ന് 50 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും, 150 കിട്ടും. 150 × 100. ഓക്കെ, 150 × 3 ആണ് 450 എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് ഇവിടെ 3 എഴുതാം. 3 × 100 300. ഓക്കെ ആണോ? ഓപ്ഷൻ ബി. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു നോക്കാം. ഒരു സംഖ്യയുടെ 40% 120 കൂട്ടിയാൽ സംഖ്യയുടെ ഇരട്ടി ലഭിക്കുമെങ്കിൽ സംഖ്യ ഏത്? എന്താ ക്വസ്റ്റ്യൻ? ഒരു സംഖ്യയുടെ എ ശതമാനത്തോട് ബി കൂട്ടിയാൽ സംഖ്യയുടെ ഇരട്ടി ലഭിക്കുമെങ്കിൽ സംഖ്യ ഈക്വൽ ടു b/200 മൈനസ് a × 100 ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എത്രയാ, 120 ആണ്. 200 മൈനസ് 40 എത്ര കിട്ടും, 160 എന്ന് കിട്ടും. 160 × 100 അല്ലേ. ദേ 0 ക്യാൻസൽ ചെയ്തു. 12ഉം 16ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യുന്നു. 12ഉം 16ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും, ദേ ഇവിടെ 4 കിട്ടും, ഇവിടെ 3 കിട്ടും. ഇനി 4ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ 25 കിട്ടും. 25 × 3 ആൻസർ കിട്ടും 75. 25 × 3 75. ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ? നമ്മൾ ഈ വീഡിയോയിൽ 2 മോഡലാണ് പഠിച്ചത്. ആ 2 മോഡലിൻ്റെയും വ്യത്യാസം എന്താ? ഒരു സംഖ്യയുടെ എ ശതമാനത്തോട് ബി കൂട്ടിയാൽ സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ ആ സംഖ്യ കണ്ടുപിടിക്കാനുള്ള വഴിയാണ് b/100 മൈനസ് a × 100. ഇനി ആ സംഖ്യയുടെ എ ശതമാനത്തോട് ബി കൂട്ടിയാൽ ആ സംഖ്യയുടെ ഇരട്ടി ലഭിക്കുമെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ b/200 മൈനസ് a × 100. ഓക്കെ ആണല്ലോ? ഓക്കെ, 2 ക്വസ്റ്റ്യനും ചെയ്തു പഠിക്കുക.